ആഴ്ച ഇതേപോലെ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടന്നായിരുന്നു. അതിനെ കുഴിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു 7:30 ആയപ്പോ അവിടെ ഒരു കമ്പിയുടെ താഴെ ആയിട്ട് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു ഒരു സാധനം. അത് കഴിഞ്ഞാണ് മനസ്സിലായത് വവ്വാലാണ്. അതിങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈച്ച ഒക്കെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ചത്തുപോയി എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് അനങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോ നോക്കിയപ്പോ അത് വേറൊരിടത്തോട്ട് പോയി. അതിന് പറക്കാൻ പറ്റുന്നില്ല. അതിന് ചിറകിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അടിക്കടി വവ്വാലുകൾ ചത്തുവീഴുന്നതിൽ ആശങ്കയിലാണ് പുനലൂർ നഗരസഭാ പ്രദേശത്തെ പവർ ഹൌസ് വാർഡ്. പവർ ഹൌസ് റോഡിന് സമീപം കൃഷ്ണവിലാസത്തിൽ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായരുടെ വീടിനോട് ചേർന്നാണ് നിരന്തരമായി വവ്വാലുകൾ മൃതപ്രായരായി താഴെ വീഴുകയും പിന്നീട് ചത്തുപോവുകയും ചെയ്യുന്നത്. തുടർച്ചയായ 3-ാം ദിവസവും വവ്വാലുകൾ അവശനിലയിൽ താഴെ വീണതായി കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ വാർഡ് കൌൺസിലർ ജി ജയപ്രകാശിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാലന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പുമായും ആരോഗ്യവകുപ്പുമായും ബന്ധപ്പെട്ടു. വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ലാ സർവേലൻസ് ഓഫീസറെ വിവരം ധരിപ്പിക്കുകയും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റാബീസ്, നിപ്പ വൈറസുകൾ വലിയ തോതിൽ വ്യാപിക്കുന്നതിന് വവ്വാലുകൾ കാരണമാകുന്ന സാഹചര്യമുണ്ട്. മൃതപ്രായരായി വീണ് ചത്തുപോകുന്ന വവ്വാലുകൾ പ്രദേശത്തെ ആരോഗ്യമേഖലയ്ക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് വവ്വാലുകൾ തറയിൽ വീഴുകയും അത് പിടച്ച് ചാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വിവരങ്ങൾ ധരിപ്പിച്ചത്. ജില്ലാ വെറ്റിനറി ഓഫീസറെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ വിവരം അറിയിച്ചു. ജില്ലാ സർവൈലൻസ് ടീം ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും അവർ ആവശ്യമായ നടപടികളും ക്രമീകരണങ്ങളും എല്ലാം അവർ പരിശോധനാ വിധേയമാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഏതായാലും ഈ സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ, പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അവധി ദിവസം ആയതിന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതൊഴിച്ചാൽ ഇത് പരിശോധനാ വിധേയമാക്കുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വവ്വാലുകൾ വീഴുന്നതെന്നും വവ്വാലുകൾ പിടച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ചത്തുപോവുകയും ചെയ്യുന്ന സാഹചര്യം എന്താണ് എന്ന് പരിശോധന വിധേയമാക്കുക, അന്വേഷണ വിധേയമാക്കുക. ഈ സാഹചര്യത്തെ ഗൗരവപൂർണ്ണമായിട്ടാണ് ബന്ധപ്പെട്ട അധികാരികളെല്ലാം എടുത്തിട്ടുള്ളത്. ഇത് പരിശോധന നടത്തുക, ആളുകളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ്. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, ജില്ലാ സർവേലൻസ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം വരും ദിവസങ്ങളിൽ പ്രദേശങ്ങളിൽ വിശദമായ പരിശോധന നടത്തും. പരിശോധനയിൽ വവ്വാലുകളുടെ അസ്വാഭാവിക ചത്തുടങ്ങലിന്റെ കാരണം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. മുമ്പ് ഒരു വവ്വാല് ചത്തു, പക്ഷെ അതിന്റെ സ്മെല്ലടിച്ച് കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ട് പടിഞ്ഞാറ് വശത്തൊരു വവ്വാല് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം മെനഞ്ഞാന്ന് അതും ഇതുപോലെ പടിഞ്ഞാറ് വശത്ത് ഇപ്പുറത്തോട്ട് മാറി ചത്ത് കിടന്നു. ഇന്ന് രാവിലെയും അത് അവശ്യ നിലയിലാണ്, ചത്തിട്ടില്ല, പക്ഷെ അതിങ്ങനെ അവശ്യ നിലയിൽ വന്ന് കിടപ്പുണ്ട്. ഇതിന് മുമ്പ് ഒരിക്കലും അങ്ങനെ വവ്വാലൊന്നും ഇവിടെ ചത്ത് വീഴുന്ന ഒരു അനുഭവം ഇല്ലാഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ അടുപ്പിച്ചിങ്ങനെ വന്നത് കൊണ്ടാണ്. ഞാനിന്നിപ്പോ വെറ്റിനറി ഡോക്ടറെയും കണ്ടായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാം, അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അറിയിക്കാൻ പറഞ്ഞ് നമ്പരൊക്കെ തന്നു. അവര് എൻ്റെ അടുക്ക അവര് കൊല്ലത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പറയാം, വിളിക്കാന്ന് പറഞ്ഞ് എന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത് ചാവുവാണെങ്കിൽ അറിയിക്കാനും പറഞ്ഞു. ഇതോടെ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുമെന്ന് വാർഡ് കൌൺസിലർ ജി ജയപ്രകാശ് പറഞ്ഞു. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.